ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kottakkal. We will treat you. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കുട്ടികളുടെ ഉത്സാഹവും സന്തോഷവുമാണ് സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും പ്രചോദനം. മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ പഠനത്തിലും വിനോദങ്ങളിലും പിന്നാക്കം പോകുന്നത് അവർക്ക് സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള അപര്യാപ്തത മൂലമാണ്. കുടുംബശ്രീ കൂട്ടായ്മ വൈകല്യമുള്ള കുരുന്നുകൾക്ക് വേണ്ടിയും തങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. പ്രീ പ്രൈമറിയെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി അംഗീകരിക്കണമെന്ന് പ്രീ പ്രൈമറി ടീച്ചേഴ്സ്. പ്രതിഷേധവുമായി DDE ഓഫീസ് മാർച്ച്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് കുടുംബശ്രീയുടെ സ്വാന്തന വിരുന്ന്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി. ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ആനയൂട്ട്. വാർത്തകൾ വിശദമായി. പ്രീ പ്രൈമറിയെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി അംഗീകരിക്കുക എന്ന ആവശ്യവുമായി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഓർഗനൈസേഷൻ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓർഗനൈസേഷൻ ജില്ലാ രക്ഷാധികാരി A. ശേഖർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രീ പ്രൈമറി അധ്യാപകർക്കും ആയമാർക്കും സർക്കാർ സർവീസിന് തുല്യമായ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും അനുവദിക്കുക, പ്രീ പ്രൈമറിയെ സ്കൂളുകളുടെ ഭാഗമായി അംഗീകരിക്കുക തുടങ്ങിയ സുപ്രധാന ആവശ്യങ്ങളാണ് അധ്യാപകർ ഉന്നയിക്കുന്നത്. കൃത്യമായ ശമ്പള സ്കെയിൽ സർക്കാർ പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഗവൺമെന്റ് സ്കൂളുകളിലെ പ്രീ പ്രൈമറി അധ്യാപകർക്ക് 5000 രൂപയും ആയമാർക്ക് 3500 രൂപയും ഓണറേറിയം നൽകുക മാത്രമാണ് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. ഇത് 900 രൂപയും 5000 രൂപയുമാക്കി വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനം വന്നെങ്കിലും നടപടി ഫലപ്രദമായില്ലെന്നാണ് ആക്ഷേപം. ഈ സാഹചര്യത്തിലാണ് അധ്യാപകർ സമരവുമായി രംഗത്തെത്തിയത്. മാനാഞ്ചിറ DDE ഓഫീസിന് മുന്നിൽ നടന്ന മാർച്ച് ഓർഗനൈസേഷൻ ജില്ലാ രക്ഷാധികാരി A. ശേഖർ ഉദ്ഘാടനം ചെയ്തു. PM ശ്രീകുമാർ, V. സുമ, MP പ്രസീത, ബബിജ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ഓണറേറിയം നൽകുക, എയ്ഡഡ് സർക്കാർ സ്കൂളുകളുടെ ഭാഗമായി പ്രീ പ്രൈമറിയെ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും അധ്യാപകർ ഉന്നയിക്കുന്നുണ്ട്. ആവശ്യമായ അക്കാദമിക് യോഗ്യതയോടെ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് PSC വഴി നിയമനം ലഭിച്ച പ്രീ പ്രൈമറി അധ്യാപകർക്കും തുല്യവേതനം നൽകുന്നതിനോടൊപ്പം ആനുകൂല്യങ്ങളും നൽകണമെന്നും സമരക്കാർ പറയുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന നിലപാടിലാണ് അധ്യാപകർ. വൈകല്യങ്ങൾക്കപ്പുറം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പൊതുലോകം തുറന്നുകാട്ടി സ്ത്രീ കൂട്ടായ്മ. പന്തയങ്കര താലാഞ്ചേരി കുടുംബശ്രീ അയൽക്കൂട്ടമാണ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി സാമൂഹിക ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വൈകല്യങ്ങളെ കാറ്റിൽ പറത്തി അമ്മമാർക്കും അധ്യാപകർക്കുമൊപ്പം ആഘോഷിക്കുകയാണ് ഭിന്നശേഷിക്കാരായ ഈ കുരുന്നുകൾ. വേദന മനസ്സിനെയും ശരീരത്തെയും കാർന്നു തിന്നുമ്പോഴും പുഞ്ചിരിയോടെ വിധിയെ വെല്ലുവിളിച്ചായിരുന്നു കുരുന്നുകളുടെ പ്രകടനം. കുട്ടിത്തരം വിട്ടുമാറാത്തവർ വാശിയോടെ മത്സരങ്ങളിൽ പങ്കെടുത്തും മികവുറ്റ പ്രകടനം കാഴ്ചവെച്ചും ക്യാമ്പിൽ പങ്കാളിത്തമുറപ്പിച്ചു. അമ്മമാരുടെ മടിയിൽ നിന്നൂർന്നവരിൽ പലരും പാട്ടുപാടാനും കൈകൊട്ടാനും മത്സരിക്കുകയായിരുന്നു. വൈകല്യത്തിന്റെ പരിമിതിയിൽ പിടയാതെ മുന്നോട്ട് കുതിക്കണമെന്ന അധ്യാപകരുടെ വാക്കുകൾക്ക് കാതോർത്തവരിൽ പലരും ഒന്നാമതായി. അമ്മമാരുടെ പിന്തുണ കൂടിയായതോടെ കുരുന്നുകൾക്ക് ആവേശമായിരുന്നു. ആവേശത്തിന് മേമ്പൊടിയൊരുക്കി സിനിമാ ഗാനം കൂടിയെത്തിയതോടെ ക്യാമ്പ് നൃത്തച്ചുവടുകൾക്ക് വഴിമാറി. പാട്ടിന് താളമിട്ടും ഒപ്പം പാടിയും വൈകല്യത്തെ അതിജീവിച്ച് കുരുന്നുകൾ മുന്നേറുന്ന കാഴ്ച കണ്ടുനിന്നവർക്ക് ആസ്വാദികരമായിരുന്നു. 2 ദിവസങ്ങളിലായി തുടരുന്ന ക്യാമ്പിൽ 32ഓളം കുട്ടികളാണ് ഭാഗമാകുന്നത്. സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി എന്നിവയും ക്യാമ്പിന്റെ ഭാഗമായി ഒരുക്കുന്നുണ്ട്. ക്യാമ്പിന്റെ ഉദ്ഘാടനം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു.
കലാസംഘടനയായ സേവകിന്റെ ആഭിമുഖ്യത്തിൽ 9ാമത് കളിക്കുടുക്ക സേവക് നഴ്സറി കലോത്സവത്തിന് തുടക്കമായി. പുതിയറ SK പൊറ്റക്കാട് സാംസ്കാരിക നിലയത്തിൽ അരങ്ങേറിയ പരിപാടി മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ നഴ്സറികളിൽ നിന്നുള്ള കുരുന്ന് പ്രതിഭകൾ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും. കുരുന്ന് പ്രതിഭകൾക്ക് പ്രൗഢവേദിയൊരുക്കി 9ാമത് കളിക്കുടുക്ക സേവക് നഴ്സറി കലോത്സവത്തിന് പുതിയറ SK പൊറ്റക്കാട് സാംസ്കാരിക നിലയത്തിൽ തുടക്കമായി. 37 വർഷത്തെ കലാപാരമ്പര്യമുള്ള സേവക് സംഘടിപ്പിക്കുന്ന നഴ്സറി കലോത്സവം കോർപ്പറേഷൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 3 വേദികളിലായി അരങ്ങേറുന്ന പരിപാടിയിൽ ജില്ലയിലെ വിവിധ നഴ്സറികളിലെ കുരുന്ന് പ്രതിഭകൾ മാറ്റുരയ്ക്കുന്നു. 1ഉം 2ഉം സ്ഥാനങ്ങൾ ലഭിക്കുന്ന വിദ്യാലയങ്ങൾക്ക് S. കൃഷ്ണൻ സ്മാരക ട്രോഫിയും 3ാം സ്ഥാനം ലഭിക്കുന്ന വിദ്യാലയത്തിന് E. വാസുദേവൻ സ്മാരക ട്രോഫിയും ലഭിക്കും. ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്ന വിദ്യാർത്ഥിക്ക് സർഗപ്രതിഭാ പുരസ്കാരവും K. ജോൺ സ്മാരക ട്രോഫിയും നൽകും. ദേശഭക്തിഗാനം, നാടോടി നൃത്തം, ആംഗ്യപ്പാട്ട്, കവിത, കഥ പറയൽ, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പന, പ്രച്ഛന്നവേഷം, ലളിതഗാനം, സംഘഗാനം എന്നീ ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഫെബ്രുവരി 19 കലോത്സവം സമാപിക്കും. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റായി കരിപ്പൂരിനെ തെരഞ്ഞെടുക്കാതിരുന്നത് കരിപ്പൂരിന്റെ അന്താരാഷ്ട്ര പദവി എടുത്തുകളയാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വെൽഫെയർ പാർട്ടി. സ്വകാര്യ കുത്തകകൾക്കു വേണ്ടി കരിപ്പൂർ വിമാനത്താവളത്തെ തകർക്കാനുള്ള നീക്കങ്ങളിൽ നിന്നും അധികാരികൾ പിന്തിരിയണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. 2015 മെയ് 1 മുതൽ റീകാർപെറ്റിംഗിന് വേണ്ടി വലിയ വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ എയർപോർട്ട് അതോറിറ്റി റൺവേ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടും താൽക്കാലികമായി നിർത്തിവെച്ച സർവീസുകൾ പുനഃസ്ഥാപിക്കാൻ തയ്യാറായിട്ടില്ല. കേരളത്തിലെ ഹജ്ജ് തീർത്ഥാടകരിൽ 70% പേരും മലബാറിൽ നിന്നായിരിക്കെ എംബാർക്കേഷൻ പോയിന്റായി കരിപ്പൂരിൽ സൗകര്യമുണ്ടായിട്ടും ഇപ്രാവശ്യവും കരിപ്പൂരിനെ തഴഞ്ഞത് കരിപ്പൂരിന്റെ അന്താരാഷ്ട്ര പദവി എടുത്തുകളയാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വെൽഫെയർ പാർട്ടി ഭാരവാഹികൾ പറഞ്ഞു. നിർത്തിവെച്ച വൈറ്റ് ബോഡി സർവീസുകൾ ഉടൻ പുനരാരംഭിക്കുക, ഹജ്ജ് എംബാർക്കേഷൻ പുനഃസ്ഥാപിക്കുക, സ്വകാര്യ കുത്തകകൾക്കു വേണ്ടി കരിപ്പൂർ വിമാനത്താവളത്തെ തകർക്കാനുള്ള ഗൂഢനീക്കങ്ങളിൽ നിന്നും അധികാരികൾ പിന്മാറുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 21, 22, 23 തീയതികളിൽ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ സംസ്ഥാന സെക്രട്ടറി റസാഖ് പാലേരി നയിക്കുന്ന പ്രക്ഷോഭ യാത്ര നടത്തും. പ്രമുഖ ചരിത്രകാരൻ MGS നാരായണൻ ഉദ്ഘാടനം ചെയ്യും. 21 ചൊവ്വാഴ്ച രാവിലെ മാനാഞ്ചിറ സെൻട്രൽ ലൈബ്രറിക്ക് സമീപമാണ് യാത്ര ആരംഭിക്കുക. യാത്രയിൽ ജനകീയ ഒപ്പുശേഖരണവും നടത്തും. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന് എത്തിയ ഗജവീരന്മാരെ ഒന്നു കാണാനും ഊട്ടാനും നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രാങ്കണത്തിലെത്തിയത്. ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിൽ നിന്നുമാണ് ഈ ഗജവീരന്മാർ മഹോത്സവത്തിനായി എത്തിയിരിക്കുന്നത്. കരിവീരനെ ഒന്ന് തൊടാനും ഒന്ന് ഊട്ടാനും മോഹമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ആ മോഹങ്ങൾ പൂവണിയുന്നത് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവ നാളുകളിലാണ്. മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന ആനയൂട്ടിലെത്തുന്ന ഗജവീരന്മാരെ കാണാനും ഊട്ടാനും നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത്. ഇത് 3ാം വർഷമാണ് ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിൽ നിന്നും ആനയൂട്ടിനായി ഗജവീരന്മാരെത്തുന്നത്. ഇത്തവണ വിഷ്ണു, ജൂനിയർ അച്യുതൻ, ദാമോദരദാസ് എന്നീ ആനകളാണ് മഹോത്സവത്തിനായി എത്തിയിട്ടുള്ളത്. പഴവർഗ്ഗങ്ങളും പച്ചക്കറിയും ചോറുമാണ് ആനയ്ക്ക് നൽകിയത്. ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ ദാമോദരദാസിന് ആദ്യ ഉരുള നൽകി. പറോളി സുന്ദർദാസ്, KT ജനാർദ്ദനൻ, അരുൺ KV അനേക്, സുരേഷ് ബാബു എടക്കോത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്ര ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി 18 ശനിയാഴ്ച വൈവിധ്യമാർന്ന നൃത്ത സംഗീത പരിപാടി ഗുജറാത്തി ഉത്സവ്. 19 ഞായറാഴ്ച ഡഫോഡിൽസ് അവതരിപ്പിക്കുന്ന മെഗാ ഗാനമേള. 20 തിങ്കളാഴ്ച നൃത്ത മത്സരം. 21 ചൊവ്വാഴ്ച ഭക്തിനാടകം ശ്രീരാമരാജ്യം. 22 ബുധനാഴ്ച വെസ്റ്റ് ഹിൽ നൃത്ത കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്തശില്പം ദേവദേവോ ഭവ. 23 വ്യാഴാഴ്ച വൈകിട്ട് 4:30 മണിക്ക് ക്ഷേത്രക്കുളത്തിൽ തെപ്പോത്സവം. 24 വെള്ളിയാഴ്ച മഹാശിവരാത്രി രാത്രി 12 മണിക്ക് സംഗീതമഹൽ ഓർക്കസ്ട്രയുടെ മെഗാ ഗാനമേള. പുലർച്ചെ 3 മണിക്ക് ഗംഭീര കരിമരുന്ന് പ്രയോഗം. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്ര ശിവരാത്രി മഹോത്സവം.
നിനക്ക് പുതിയ നെക്ലസ്. നൈസ്. ഇതതിന്റെ കൂടെ ഫ്രീ ഗിഫ്റ്റ്. കൊള്ളാം. ഹലോ. Really? Thank you. Yes. എന്താണ്ടായേ? നമുക്ക് ഗോൾഡ് ബാർ കിട്ടി ലക്കി ഡ്രോയിൽ. അത് എനിക്കല്ലേ? For me, please. ആഭരണങ്ങളുടെ ഉത്സവം, 15 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓരോ പർച്ചേസിനും ഒപ്പം നേടൂ അഷ്വർഡ് ഗിഫ്റ്റ്. പ്രതിവാരം ലക്കി ഡ്രോയിലൂടെ ഗോൾഡ് ബാർ നേടാൻ അവസരം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് ഭക്തിനിർഭരമായി കൊടിയേറി. ക്ഷേത്രം തന്ത്രി പറവൂർ രാജേഷിന്റെയും മേൽശാന്തി ഷിബുവിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം. നിരവധി ഭക്തജനങ്ങൾ കൊടിയേറ്റത്തിൽ പങ്കെടുത്തു. ഓംകാര മന്ത്രധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലും ഭക്തരുടെ നിറസാന്നിധ്യത്തിലും ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവത്തിന് കൊടിയേറി. തുടർന്നുള്ള 7 ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ക്ഷേത്രാങ്കണത്തിൽ വൈവിധ്യമാർന്ന സാംസ്കാരിക കലാപരിപാടികളും അരങ്ങേറും. ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് തന്ത്രിയുടെയും KV ഷിബുശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ഉത്സവം കൊടിയേറിയത്. ശ്രീകണ്ഠേശ്വര ക്ഷേത്ര ഭജന സമിതിയുടെ നേതൃത്വത്തിൽ ഓംകാര മന്ത്രജപവും ഭജനയും നടന്നു. ക്ഷേത്രയോഗം ഭാരവാഹികളായ PV ചന്ദ്രൻ, P സുന്ദർദാസ്, അനിരുദ്ധൻ എഴുത്തപ്പള്ളി, E സുരേഷ് ബാബു, KV അരുൺ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് കരിമരുന്ന് പ്രയോഗം നടന്നു. കൊടിയേറ്റ സദ്യയ്ക്ക് ശേഷം പിന്നണി ഗായകൻ P ജയചന്ദ്രൻ നയിച്ച മെഗാ ഗാനമേളയോടെയാണ് ഉത്സവത്തിന്റെ ആദ്യ പരിപാടികൾ ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഗണപതി ഹവനം, മൃത്യുഞ്ജയ ഹവനം, ധ്വജപ്രസാദ ശുചീകരണ ക്രിയ എന്നീ വിശേഷാൽ പൂജകളോടുകൂടിയാണ് ശിവരാത്രി ഉത്സവം ആരംഭിച്ചത്. ശിവരാത്രി ഉത്സവത്തിന്റെ 2ാം ദിനമായ ശനിയാഴ്ച രാവിലെ എഴുന്നള്ളിപ്പിന് ശേഷം ആനയൂട്ട്, പറവെപ്പ്, നിലവിളക്ക് സമർപ്പണം എന്നിവയും നടന്നു. തലമുറകൾ കഥ പറയുമ്പോൾ എന്ന പേരിൽ വയോജനങ്ങളെ ആദരിച്ചു. സെന്റ് വിൻസെന്റ് സ്കൂളിൽ നടന്ന പരിപാടി ചരിത്രകാരൻ MGS നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയ സുനിൽ പവൻദൂരിനെയും ആദരിച്ചു. സെന്റ് വിൻസെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും കോഴിക്കോട് കോർപ്പറേഷൻ വയോമിത്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തലമുറകൾ കഥ പറയുമ്പോൾ എന്ന പേരിൽ വയോജനങ്ങളെ ആദരിച്ചു. വാർഡ് കൌൺസിലർ ബിജുരാജിന്റെ അധ്യക്ഷതയിൽ ചരിത്രകാരൻ MGS നാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവർക്ക് ആഗ്രഹമുള്ള, അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളെ പറ്റി അവരുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ, പ്രശ്നങ്ങൾ ഉന്നയിക്കും. അങ്ങനെ ഉന്നയിച്ച അപ്പോൾ ഞങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ പറയാം. അതായത് പ്രസംഗം ചെയ്യുന്നതിനേക്കാൾ സജീവമായിരിക്കും ആ തരത്തിലുള്ള സംവാദം എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ ഉദ്ഘാടനം എന്നുള്ളത് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഇവിടെ സന്നിഹിതരായ പുതിയ തലമുറയിലെ വിദ്യാർത്ഥിനികളോട് ചടങ്ങിൽ മികച്ച അധ്യാപക അവാർഡ് ജേതാവ് സുനിൽ പവൻതൂറിനെ ആദരിച്ചു. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി ഉപഹാരം സമർപ്പിച്ചു. വയോമിത്രം കോർഡിനേറ്റർ സന്ധ്യ, ഡോക്ടർ ഇസ്മയിൽ സെയ്ദ്, ശ്രീജിത്ത് S, ഷീല തട്ടശ്ശേരി, ഹാദി ജോർജ് തുടങ്ങിയവർ സംബന്ധിച്ചു. സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. രാഗം ഫെസ്റ്റ് 2017 എന്ന് പേര് നൽകിയ കലാവിരുന്ന് കോമഡി ആർട്ടിസ്റ്റ് P ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു.
സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. രാഗം ഫെസ്റ്റ് 2017 എന്ന് പേരു നൽകിയ കലാവിരുന്നിന്റെ ഉദ്ഘാടനം കോമഡി ആർട്ടിസ്റ്റ് പി ദേവരാജൻ നിർവഹിച്ചു. സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ശബ്ദമനുകരിച്ച് ദേവരാജൻ സദസ്സിനെ കയ്യിലെടുത്തു. ഹെഡ്മാസ്റ്റർ വി ഗോവിന്ദൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. എല്ലാ ക്ലാസുകളിലെയും മികച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നടന്നു. സാമൂതിരി രാജ ലീഗൽ അഡ്വൈസർ ഗോവിന്ദ് ചന്ദ്രശേഖർ, പ്രിൻസിപ്പൽ സി മുരളി മോഹൻ, PTA പ്രസിഡന്റ് സജീവ്, മദർ PTA പ്രസിഡന്റ് സിന്ധു സുനിൽകുമാർ, സ്റ്റാഫ് സെക്രട്ടറി സിനി എൻ, ഷീല പി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. KPCC മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ഏർപ്പെടുത്തിയ മൗലാന ആസാദ് പുരസ്കാരം പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 21 കോഴിക്കോട്ട് നടക്കുന്ന മൗലാന ആസാദ് അനുസ്മരണ യോഗത്തിൽ പുരസ്കാരം സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ 60ാം ചരമദിനത്തോടനുബന്ധിച്ച് KPCC മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ഏർപ്പെടുത്തിയ സംശുദ്ധ പൊതുപ്രവർത്തനത്തിനുള്ള മൗലാന ആസാദ് പുരസ്കാരം KK കൊച്ചു മുഹമ്മദിനും IT വിദ്യാഭ്യാസ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിനുള്ള മൗലാന ആസാദ് പുരസ്കാരം മെഹ്റൂഫ് മണലൊടിക്കും ലഭിച്ചു. കഴിഞ്ഞ 50 കൊല്ലമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന KK കൊച്ചു മുഹമ്മദ് ഇപ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ചെയർമാനാണ്. രാജ്യാന്തര അംഗീകാരം നേടിയ GTech എഡ്യൂക്കേഷൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് മെഹ്റൂഫ് മണലൊടി. ഫെബ്രുവരി 21 കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ നടക്കുന്ന മൗലാന ആസാദ് അനുസ്മരണ യോഗത്തിൽ വെച്ച് MI ഷാനവാസ് MP പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സൌഹൃദവും സ്നേഹവും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് MT വാസുദേവൻ നായർ ടൗൺഹാളിൽ നടന്ന അക്ബർ കക്കട്ടിൽ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MT. പ്രഥമ അക്ബർ കക്കട്ടിൽ അവാർഡ് NS മാധവന് കോഴിക്കോട്ട് സമ്മാനിച്ചു. ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ MT വാസുദേവൻ നായർ അനുസ്മരണ യോഗ ഉദ്ഘാടനവും അവാർഡ് സമർപ്പണവും നിർവഹിച്ചു. സൌഹൃദവും സ്നേഹവും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് MT വാസുദേവൻ നായർ അഭിപ്രായപ്പെട്ടു. അങ്ങനെയുള്ള കാലത്താണ് നിഷ്കളങ്ക സ്നേഹത്തിന്റെ ആൾരൂപമായ അക്ബർ കക്കട്ടിലിനെ നഷ്ടമായത്. എഴുത്തിലെ മാനുഷിക നിരീക്ഷണങ്ങളായിരുന്നു കക്കട്ടിൽ കഥകളുടെ സവിശേഷതകളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരെയും ബോധിപ്പിക്കാനായിരുന്നില്ല അദ്ദേഹത്തിന്റെ സ്നേഹവും സൌഹൃദവും. പ്രതിഫലം ഇച്ഛിക്കാത്ത സ്നേഹം ഈ കാലഘട്ടത്തിൽ കിട്ടുന്നില്ല. അങ്ങനെയുള്ള ചിലർ നമുക്കിടയിൽ ഉണ്ടായിരുന്നു. അവർ നമ്മോട് പറയാതെ ഇറങ്ങിപ്പോയതിന്റെ നഷ്ടം ചെറുതല്ലെന്നും അതിൽ ദുഃഖിക്കുന്നുവെന്നും MT പറഞ്ഞു. അക്ബർ കക്കട്ടിലിന്റെ അവസാന കൃതിയായ ഇനി വരില്ല പോസ്റ്റ്മാൻ എന്ന പുസ്തകം ഡോക്ടർ ഗദിജ മുംതാസ് VM ചന്ദ്രൻ നൽകി പ്രകാശനം ചെയ്തു. ശത്രുഘ്നൻ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ MM ബഷീർ, KK ലതിക, പോൾ കല്ലാനോട്, KP രാമനുണ്ണി, PK പാറക്കടവ്, MS സജി, VP റഫീഖ്, AK അബ്ദുൽ ഹക്കീം, NP ഹാഫിസ് മുഹമ്മദ്, NA മാധവൻ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒത്തുചേർന്നപ്പോൾ 8ാം ക്ലാസ്സുകാരിയായ ദേവികയ്ക്ക് ലഭിച്ചത് സ്വന്തമായൊരു വീടാണ്. BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ദേവിക. ദേവികയുടെ സ്നേഹവീടിന്റെ താക്കോൽദാനം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. വീട് ഒരു സ്വപ്നമാണ്, അതൊരു പ്രതീക്ഷയും അവസാനത്തെ അഭയകേന്ദ്രവുമാണ്. ജർമ്മൻ മിഷണറിമാരാൽ സ്ഥാപിച്ച 170 വർഷം പാരമ്പര്യമുള്ള BEM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വിദ്യാർത്ഥിനിക്ക് വീടെന്ന സ്വപ്നം PTA നേതൃത്വത്തിൽ പൂർത്തീകരിക്കുന്നത്. പിതാവിന്റെ മരണത്തെ തുടർന്ന് നിരാലംബരായ 8ാം തരം വിദ്യാർത്ഥിനി ദേവികയ്ക്കും അമ്മയ്ക്കുമാണ് സ്കൂളിലെ NSS SPC JRC വളണ്ടിയർമാരുടെ കൂട്ടായ്മയിലൂടെ സ്നേഹവീട് നൽകിയത്. സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ താക്കോൽദാനം നിർവഹിച്ചു. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികളുടെ ആയോധന പരിശീലന പരിപാടിയായ കരുത്ത് 2016-17 പൂർത്തിയായതിന്റെ പ്രഖ്യാപനം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി നിർവഹിച്ചു. PTA പ്രസിഡന്റ് ജയരാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് വത്സല ജോൺ, DEO TK അജിത് കുമാർ, CSI കോർപ്പറേറ്റ് മാനേജർ സാജു ബെഞ്ചമിൻ, കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലർ ജയശ്രീ കീർത്തി, കോർപ്പറേഷൻ കൌൺസിൽ K നിർമ്മല, നാഷണൽ സർവീസ് സ്കീം ജില്ലാ കൺവീനർ ശ്രീജിത്ത് S, CSI അക്കാദമിക് മെമ്പർ റെയ്നർ കുനിയത്ത്, മദർ PTA പ്രസിഡന്റ് സ്മിത ജയരാജ്, കരുത്ത് കോർഡിനേറ്റർ സുബി ഗ്ലെൻ, KP റീന തുടങ്ങിയവർ സംബന്ധിച്ചു. തന്റെ പേരിൽ വ്യാജമായി എടുത്ത ലോൺ അടച്ചു തീർത്തിട്ടും KDC ബാങ്ക് അധികൃതർ തന്നെ പീഡിപ്പിക്കുകയാണെന്ന് കണ്ണിപ്പറമ്പ് സ്വദേശി ചന്ദ്രൻ അത്തോളി പരാതിപ്പെട്ടു. ലോണിന്റെ പേരിൽ താൻ വഞ്ചിക്കപ്പെട്ടിട്ടും തനിക്കെതിരെയുള്ള കേസ് പിൻവലിക്കാമെന്ന ഉറപ്പിന്മേലാണ് ലോൺ അടച്ചു തീർത്തതെന്നും എന്നാൽ കഴിഞ്ഞ 14 വർഷമായി ലോണിന്റെ പേരിൽ ബാങ്കുകാർ പീഡിപ്പിക്കുകയാണെന്നും ചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പരാതിപ്പെട്ടു. മാവൂർ കണ്ണിപ്പറമ്പ് സ്വദേശി കിഴക്കേ കരിമ്പനക്കുഴി വീട്ടിൽ ചന്ദ്രൻ അത്തോളി സുഹൃത്ത് ബന്ധത്തിന്റെ പേരിലാണ് തേക്കാട്ട് ശശി എന്നയാൾക്ക് തന്റെ പേരിൽ KDC ബാങ്കിൽ നിന്നും ലോൺ നൽകിയത്.
എന്നാൽ ശശി എന്നയാൾ തന്നെ കബളിപ്പിച്ചുവെന്നും പണം വാങ്ങി നാടുവിടുകയായിരുന്നുവെന്നും ചന്ദ്രൻ പറഞ്ഞു. വ്യാജരേഖയുണ്ടാക്കി ബാങ്കിൽ നിന്നും ലോൺ വാങ്ങിയെന്ന കേസാണ് ചന്ദ്രനെതിരെ ബാങ്ക് നൽകിയത്. അഭിമാനക്ഷതം ഭയന്നും കേസ് പിൻവലിക്കാമെന്ന ബാങ്കിന്റെ ഉറപ്പിന്മേലും 50,000 ലോൺ 84,000 രൂപ തിരിച്ചടച്ച് തീർത്തു. എന്നിട്ടും ബാങ്ക് കേസ് പിൻവലിച്ചില്ല. കഴിഞ്ഞ 14 വർഷമായി കൂലിപ്പണിക്കാരനായ താൻ കേസ് തീർപ്പാക്കാൻ വേണ്ടി കോടതികൾ കയറി ഇറങ്ങുകയാണെന്നും ഇക്കാര്യത്തിൽ തനിക്ക് നീതി ലഭ്യമാക്കണമെന്നും ചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അത് രജനി എന്ന് പറഞ്ഞ അവിടുത്തെ സെക്രട്ടറി രജനി എന്ന് പറഞ്ഞ സ്ത്രീയാണ്. അതിന് അത്ര വലിയൊരു വാശിയില്ലേ. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വെള്ളമില്ലായ്മയിൽ വൃക്ഷലതാദികളുടെ സംരക്ഷണത്തിന് ഹോമിയോ അഗ്രോ കെയർ. കീടങ്ങൾ, വൈറസ് രോഗങ്ങൾ, വന്യമൃഗങ്ങൾ, ക്ഷുദ്രജീവികൾ എന്നിവയിൽ നിന്നുള്ള സംരക്ഷണം. ഹോമിയോ അഗ്രോ കെയർ. കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രശ്നമേയല്ല. എല്ലാവിധ കൃഷികൾക്കും സൂക്ഷിപ്പുകാലത്തിനും പ്രകൃതി സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും കീടനാശിനിയോ ഘനലോഹങ്ങളോ ഇല്ലാത്ത വിളകൾക്കും സുരക്ഷിതമായ നാനോ മരുന്നാണ് ഹോമിയോ അഗ്രോ കെയർ. ഉൽപാദകർ നാനോ മിനി ഫാർമ LLP, ജവഹർ നഗർ, കോഴിക്കോട്. മൊബൈൽ 9447-177-058, 9495-977-058, 0495-277-0058. ഇമെയിൽ minifarma@gmail.com. വാർത്തകൾ തുടരുന്നു. ഉണർവ് കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 18 നടക്കുന്ന മാനുഷാദ സാംസ്കാരിക സംഗമത്തിന്റെ മുന്നോടിയായി വരയരങ്ങ് സംഘടിപ്പിച്ചു. മാനാഞ്ചിറ സ്ക്വയറിൽ നടന്ന പരിപാടി കാർട്ടൂണിസ്റ്റ് മേതിൽ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ തുടർച്ചയാകുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും പക്ഷം പിടിച്ച് പ്രതികരിക്കുന്ന കലാ സാംസ്കാരിക പ്രവർത്തകരുടെ ഇരട്ടത്താപ്പിനുമെതിരെ ചിത്രകാരന്മാരുടെ സർഗപ്രതിഷേധം. BJP സാംസ്കാരിക സെല്ലിന്റെ നേതൃത്വത്തിൽ ഉണർവ് സാംസ്കാരിക വേദി സംഘടിപ്പിച്ച മാനുഷാദ ചിത്രകാരന്മാരുടെ കൂട്ടായ്മ കാർട്ടൂണിസ്റ്റ് മേതിൽ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും, നമ്മൾ കൊയ്യും തലയെല്ലാം എന്ന കാർട്ടൂൺ വരച്ചുകൊണ്ടാണ് മേതിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. സുരേഷ് ബുദ്ധ, MP സുരേഷ്, ദിലീപ് ബാലൻ, ഉള്ളിയേരിക്കാരൻ, സാബു കൊയ്യേരി, ശ്രീഹരി മനക്കൽ എന്നിവർ ചിത്രരചനയിൽ പങ്കെടുത്തു. ഗോപൻ ചെന്നിത്തല, അലി അക്ബർ, TP ജയചന്ദ്രൻ, P ജിജേന്ദ്രൻ, ലൂസിയാമ, കലാമണ്ഡലം പ്രശോഭ് എന്നിവർ പങ്കെടുത്തു. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് മാനുഷാദ സാംസ്കാരിക സംഗമം നടന്നു. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഉദ്ഘാടനം ചെയ്തു. പ്രഥമ PK കണാരൻ മേസ്ട്രി അവാർഡ് ദാനം ഫെബ്രുവരി 19 കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. സംഗീത സാഹിത്യ രംഗത്തെ പ്രമുഖരെയും ചടങ്ങിൽ ആദരിക്കും. മാക്സിലൻ മൾട്ടിമീഡിയയുടെ ആഭിമുഖ്യത്തിൽ മലബാർ ഇൻഡിജിനസ് കൾച്ചറൽ ആർട്സ് അസോസിയേഷനും മലബാർ സൌഹൃദവേദിയും സംയുക്തമായി നടത്തുന്ന പ്രഥമ PK കണാരൻ മേസ്ട്രി അവാർഡ് ദാനവും സംഗീത സാഹിത്യ രംഗത്തെ പ്രമുഖരെ ആദരിക്കലും ഫെബ്രുവരി 19 കോഴിക്കോട് ടൗൺ ഹാളിൽ നടത്തും. പ്രഥമ PK മേസ്ട്രി അവാർഡിന് KT ഗോപാലൻ മാസ്റ്ററുടെ ആത്മാവിന്റെ നിറം എന്ന കവിതാ സമാഹാരം തിരഞ്ഞെടുക്കപ്പെട്ടു. ചടങ്ങിൽ ശാസ്ത്രീയ സംഗീതജ്ഞനും പിന്നണി ഗായകനുമായ വിജയൻ കോവൂർ, പ്രമുഖ തബലവാദകനായ ശിവദാസൻ പൂക്കാട്, പഴയകാല നടൻ ദിലീപ് മുസ്തഫ, നോവലിസ്റ്റും സിനിമാ ഗാനരചയിതാവുമായ കാനേഷ് പൂനൂർ എന്നിവരെയും ആദരിക്കും. ഫെബ്രുവരി 19 ഞായറാഴ്ച കോഴിക്കോട് ടൗൺ ഹാളിൽ നടത്തുന്ന ചടങ്ങ് പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്ത് അവാർഡ് ജേതാക്കൾക്ക് പുരസ്കാരം നൽകും. ചടങ്ങിനോടനുബന്ധിച്ച് ശ്രുതിസാഗർ ഓർക്കസ്ട്രയുടെ ഗാനമേളയും ഉണ്ടാകുമെന്ന് അനിൽകുമാർ, PK ബാബുരാജ് എന്നിവർ പറഞ്ഞു. കണ്ണാടിക്കൽ ഗവൺമെന്റ് LP സ്കൂൾ വരദൂരിന്റെ 92ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വേങ്ങേരി കണ്ണാടിക്കൽ ഗവൺമെന്റ് LP സ്കൂൾ വരദൂർ 92ാം വാർഷികാഘോഷ പരിപാടികൾ വൈവിധ്യമാർന്ന പരിപാടികളോടെ സ്കൂൾ അങ്കണത്തിൽ നടന്നു. പ്രദീപ് കുമാർ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാധാരണ ഞങ്ങളൊക്കെ പല സ്കൂളുകളുടെയും ഭാവി ആസൂത്രണം ചെയ്യുമ്പോൾ 50 വർഷം കഴിയുമ്പോൾ സ്കൂൾ എങ്ങനെയായിരിക്കണം എന്ന് കണ്ടാണ് പല വിദ്യാലയങ്ങളും ആസൂത്രണം ചെയ്യുന്നത്. PTA പ്രസിഡന്റ് CK മനോജ് അധ്യക്ഷം വഹിച്ചു. പ്രധാന അധ്യാപിക V കൃഷ്ണകുമാരി, സ്റ്റാഫ് സെക്രട്ടറി PC ബിന്ദു, കൌൺസിലർമാരായ ബിജുലാൽ, PM സുരേഷ് ബാബു, U രജനി, ചേവയൂർ സബ് ജില്ലാ AO റജീന, ഓംകാരനാഥൻ, M ഷാജി, MT ദിനേശൻ, PP ഫിറോസ്, മുനീർ, T റോബിൻ, V വാസുദേവൻ, UK ഇന്ദു, EK സത്യപാലൻ, രജനി സത്യപാലൻ എന്നിവർ സംബന്ധിച്ചു. MAT മുസാഫയും അതുൽ ശ്രീവ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തിരക്കഥാകൃത്ത് സുരേഷ് ഗോവിന്ദ് വിശിഷ്ടാതിഥിയായിരുന്നു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി.
മാറാട് കൈതവളപ്പ് കോളനിയിലെ കൈയിടവഴിയിൽ സരളയുടെ വീട്ടിൽ വൈദ്യുതിയുടെ പുതുവെളിച്ചമെത്തി. വർഷങ്ങളായി മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിൽ കഴിഞ്ഞ കുടുംബത്തിന് ജില്ലാ ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് വൈദ്യുതി ലഭ്യമാക്കിയത്. 3 അംഗ കുടുംബം കഴിയുന്ന വീട്ടിൽ നാളിതുവരെ വൈദ്യുതി ലഭ്യമായിരുന്നില്ല. സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതിയിൽ KSEB ജീവനക്കാർ നടത്തിയ അന്വേഷണത്തിലാണ് ഇവരുടെ വീട്ടിൽ വൈദ്യുതിയില്ലെന്ന വിവരം അറിഞ്ഞത്. സാമ്പത്തികമില്ലാത്തതിനാൽ വയറിംഗ് നടത്താനായില്ലെന്ന ദയനീയത ഈ അമ്മയിൽ നിന്ന് നിറഞ്ഞ ജീവനക്കാർ സെക്ഷൻ ഓഫീസിലെ സഹപ്രവർത്തകരെ അറിയിച്ചു. പിന്നെയൊന്നും ചിന്തിക്കാതെ ജീവനക്കാർ ഈ സതുദ്യമം ഏറ്റെടുക്കുകയായിരുന്നു. എംപ്ലോയീസ് സൊസൈറ്റി ഇടപെട്ട് ബേപ്പൂരിലെ ഇലക്ട്രീഷ്യന്മാരായ K. ശിവശങ്കരൻ, K. സമദ് എന്നിവരുടെ സഹായത്തോടെ വീട്ടിലെ വയറിംഗ് ജോലി പൂർത്തിയാക്കി. അപേക്ഷാ ഫീസ് അടക്കമുള്ള തുക സെക്ഷനിൽ അടച്ചു. സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതി പ്രയോജനപ്പെടുത്തി കഴിഞ്ഞ ദിവസം വീട്ടിൽ കണക്ഷൻ നൽകിയതോടെ ജീവിതാഭിലാഷം നിറവേറിയതിന്റെ സന്തോഷത്തിലായിരുന്നു സരളയും കുടുംബവും. സൊസൈറ്റി ഡയറക്ടർ V. വിനോദ് കിഴക്കേത്തൊടി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. സബ് എഞ്ചിനീയർ T. സജിത് കുമാർ അധ്യക്ഷം വഹിച്ചു. കല്ലായി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ T. P. രാജൻ, സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ V. S. രാമു, സീനിയർ സൂപ്രണ്ട് M. മുരളീധരൻ, സബ് എഞ്ചിനീയർമാരായ A. P. ഷൈജു, K. V. സുബ്രഹ്മണ്യൻ, ഓവർസിയർ K. P. പ്രജിത് കുമാർ, R. രാധാകൃഷ്ണൻ, ലൈൻമാൻ C. V. ഉണ്ണികൃഷ്ണൻ, V. രാജു, C. ബിജു, A. സാബു, P. അനിൽ എന്നിവർ സംസാരിച്ചു. ബേപ്പൂർ കിഴക്കുംപാടം തച്ചാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം വിവിധ ആഘോഷ പരിപാടികളോടെ നടന്നു. ബ്രഹ്മശ്രീ സുകുമാരൻ മണ്ണൂരിന്റെയും ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ സഞ്ജൂഷ് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ബേപ്പൂർ കിഴക്കുംപാടം തച്ചാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് സമാപനമായി. ഫെബ്രുവരി 16, 17 തീയതികളിലായിരുന്നു ഉത്സവാഘോഷ പരിപാടികൾ നടന്നത്. ക്ഷേത്രതന്ത്രി സുകുമാരൻ മണ്ണൂരിന്റെയും ക്ഷേത്ര മേൽശാന്തി സഞ്ജൂഷ് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടന്നത്. ആദ്യ ദിനം സന്ധ്യാവേല, സർവൈശ്വര്യ പൂജ എന്നിവ നടന്നു. രണ്ടാം ദിനം ഗണപതി ഹോമത്തോടെ പരിപാടികൾ ആരംഭിച്ചു. ഉഷപൂജ, തമ്പിറോഡ് കരിമകൻകാവിൽ നിന്നും കലശം എഴുന്നള്ളിപ്പ്, കലശാഭിഷേകം, ഉച്ചപൂജ, പ്രസാദൂട്ട്, ദീപാരാധന, ഗുരുവെള്ളാട്ട്, ഭൈരവൻ, നാഗകാളി, കരികുട്ടി വെള്ളാട്ട്, രാത്രി പെരുമണ്ണ അപ്പുട്ടിയാച്ചൻ തെറിയാട്ട കലാകേന്ദ്രയുടെ തായമ്പക, താലപ്പൊലി, ഭഗവതിത്തിറ, ഗുരുതിതർപ്പണം, ഗുളികൻതിറ എന്നിവയും ഉണ്ടായിരുന്നു. ലോകോത്തര ബ്രാൻഡുകളുടെ മികച്ച ഇൻവെർട്ടറുകൾ AC-കൾക്കായുള്ള പ്രത്യേക കൗണ്ടർ തൊണ്ടയാട് ഇഹം ഡിജിറ്റലിൽ ആരംഭിച്ചു. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. ലോകോത്തര ബ്രാൻഡുകളുടെ മികച്ച ഇൻവെർട്ടർ AC-കൾക്കായുള്ള പ്രത്യേക കൗണ്ടർ തൊണ്ടയാട് ഇഹം ഡിജിറ്റലിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ആരംഭിച്ചു. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു. വേരിയബിൾ കംപ്രസറോടുകൂടി പ്രവർത്തിക്കുന്ന സാധാരണ AC-യേക്കാൾ 50% വൈദ്യുതി കുറവ് ഉപഭോക്താക്കൾക്ക് ഉറപ്പുവരുത്തുന്നു. ഭാരത സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം വാർഷിക വൈദ്യുതി ഉപയോഗം വ്യക്തമാക്കുന്ന AC-കൾ മാത്രമേ 2018 മുതൽ വിപണിയിൽ ലഭ്യമാവുകയുള്ളൂ. ബ്രാൻഡിന്റെ ഗുണമേന്മയും ഉപഭോക്താക്കൾക്കുള്ള വിശ്വാസ്യതയും കണക്കിലെടുത്തുകൊണ്ട് 10 വർഷ കംപ്രസർ വാറണ്ടിയും 5 കണ്ടൻസർ വാറണ്ടിയും അതിലുമുപരി അത്യാകർഷകമായ 666 രൂപ മുടക്കി AC വാങ്ങാവുന്ന EMI ഓഫറുകളും വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. അരക്കിണർ എവർഗ്രീൻ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യ സംസ്കരണവും ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കൌൺസിലർ PP ബീരാൻ ഗോയ ഉദ്ഘാടനം ചെയ്തു. എവർഗ്രീൻ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അഷ്റഫ് അധ്യക്ഷം വഹിച്ചു. ജനറൽ സെക്രട്ടറി സിദ്ദിഖ്, വൈസ് പ്രസിഡന്റ് T. ഹസൻ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് HI അബ്ദുൽ ഖാദർ, ബേപ്പൂർ JHI ജംഷീദ് എന്നിവർ ക്ലാസുകളെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രീ പ്രൈമറിയെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി അംഗീകരിക്കണമെന്ന് പ്രീ പ്രൈമറി ടീച്ചേഴ്സ്. പ്രതിഷേധവുമായി DDE ഓഫീസ് മാർച്ച്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് കുടുംബശ്രീയുടെ സ്വാന്തന വിരുന്ന്. ശ്രീ
ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി. ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ആനയൂട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kotikal. We will treat you